മറിയാമ്മയും പാർട്ട് 4. എന്നിട്ട് നിങ്ങൾ കല്യാണത്തിന് സമ്മതം അറിയിച്ചോ? അതെ. എന്തിന്? എനിക്ക് അവന് ഇഷ്ടാവണ്ടേ? അത് കേട്ടതും എല്ലാവരും അവളെ സൂക്ഷിച്ചു നോക്കി. നിന്റെ നാവിന് എന്നാ ഒരു സ്ഥിരത ഉണ്ടാവുക? അതുപോലെയാണോ ഞങ്ങൾക്ക്? പറഞ്ഞ വാക്ക് പറഞ്ഞത് തന്നെയാണ്. കല്യാണം നടത്തോളം അതിന്റെ സങ്കടം ഒക്കെ ശരിയായി എന്ന് കണ്ടപ്പോ മുടക്കാൻ നോക്കുന്നു. ദേ പെണ്ണെ, അടങ്ങി നിന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് നീ കൊള്ളും. മമ്മ, എന്റെ ഇഷ്ടം നോക്കിയല്ലേ കല്യാണം ഉണ്ടാക്കേണ്ടത്? അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ആദ്യം ഇഷ്ടം ആയിട്ട് അവന് ഇഷ്ടം ഇല്ലാത്ത പ്രശ്നമായിരുന്നല്ലോ. ഇപ്പോയോ എല്ലാം ശരിയായപ്പോ നിനക്ക് പറ്റില്ല എന്നോ? അപ്പച്ച, നീ ഇത് ആരെയും വിളിക്കാൻ നിൽക്കണ്ട. നിന്റെ എല്ലാ കുട്ടികൾക്കും നിന്ന് തന്നതാണ് നീ ഇങ്ങനെയായത്. ഇനി അതിന് ആരും സമ്മതിക്കണ്ട. നീ ആരെയും വക്കാലത്ത് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. ഞാനിനി ആര് പറഞ്ഞാലും സമ്മതിക്കില്ല. മമ്മ, അതും പറഞ്ഞ് അവർ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. അപ്പച്ച, ഈ മമ്മ പറയുന്നത് കേട്ടോ? അവൻ അതും പറഞ്ഞ് മുഖം വീർപ്പിച്ചതും അപ്പോഴേക്കും വീണ്ടും മമ്മ അങ്ങോട്ട് വന്നു. എന്ത് നോക്കി നിൽക്കുക? എല്ലാരും അവിടെ നിന്നും വാ. ഇവളുടെ അടുത്ത് നിന്നും ഓരോന്ന് കേട്ട് എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാ എൻ്റെ സ്വഭാവം മാറും. അവൾ കയ്യും കെട്ടി ദേഷ്യത്തിൽ പറഞ്ഞതും ഇവ നിസ്സഹായതയോടെ എല്ലാവരെയും നോക്കിയതും എല്ലാവരും കയ്യും മലർത്തി കാണിച്ച് അവിടെ നിന്നും പോകുന്നത് കണ്ട് അവൾ സങ്കടത്തോടെ നോക്കി. മറിയ, ഓ നീ പോയില്ല, നീയും കൂടെ അങ്ങ് പോകാമായിരുന്നു. അതും ദേഷ്യത്തിൽ പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്ത് അവൾ ഇരുന്നു. എന്താ ഇനി ചെയ്യുക? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇതിപ്പോ ഓരോ കുരിശെല്ലാം ഏത് വയ്യ വരുന്നെന്ന് പോലും അറിയുന്നില്ല. അവൻ എന്തിനാ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടിപ്പോ കല്യാണം വരെ ഉറപ്പിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചത്? അതും പറഞ്ഞ് എവ സങ്കടത്തിലും ദേഷ്യത്തിലും ഇരുന്നു. ആലിയയും എന്ത് പറയണമെന്നറിയാതെ അവളുടെ കൂടെ താടിക്ക് കയ്യും കൊടുത്ത് അവളും ഇരുന്നു. മമ്മ, അവളുമായാണോ കല്യാണം ഉണ്ടാക്കുന്നത്? എനിക്ക് പറ്റില്ല. വേറെ ആരെയും കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അവളെ തീരെ ഇഷ്ടമായില്ലെന്ന്. യാൻവി, അതിന് നീയല്ലല്ലോ അവളെ മിന്നുകെട്ടുന്നത്, യേശു അല്ലേ? അവനാണ് ഇഷ്ടമായെന്ന് പറയാനും മിന്നുകെട്ട് ഉറപ്പിക്കാനും പറഞ്ഞത്. എനിക്കവളെ തീരെ പിടിച്ചില്ല മമ്മേ. യാൻവി, അതിന് ഞാൻ മറുപടി തന്നു. മിണ്ടാ നീ പോകുന്നതാണ് നിനക്ക് നല്ലത്. അത് കേട്ടതും അവൾ ദേഷ്യത്തിൽ ചാടിത്തുള്ളിക്കൊണ്ട് പോയി. അവൾ അവളുടെ മുറിയിലെത്തിയതും പെട്ടെന്ന് ഫോണെടുത്ത് ഒരാൾക്ക് വിളിച്ചു. ആൻസി, ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ഇവരെല്ലാം കൂടെ ആ ഏവയുമായി മിന്നുകെട്ടി ഉറപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. യാൻവി, വാട്ട്? ഇതെങ്ങനെ? യാഷ് സമ്മതിച്ചോ? ആൻസി, ചേട്ടൻ തന്നെയാണ് അവളെ കെട്ടാൻ സമ്മതം അറിയിച്ചത്. യാൻവി, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം, എന്നിട്ട് യാഷിനെ ഒന്ന് കാണാം. ആൻസി, ബൈക്കിൽ ചാരി നിൽക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് കെവിൻ കാറ് വന്ന് നിർത്തി. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ലാത്ത ഒരു തട്ടുകടയുടെ മുമ്പിലായിരുന്നു ഇവർ. കെവിൻ ഇറങ്ങി വന്നതും, ഡാ, ഞാൻ ഇതെന്താ കേൾക്കുന്നേ? പ്രണയിച്ച് മനസ്സിലാക്കി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് വൈകാതെ കല്യാണത്തിന് സമ്മതം അറിയിച്ചിരിക്കുന്നു എന്നാണല്ലോ കേട്ടത്. കെവിൻ വന്ന ഉടനെ പറഞ്ഞു തുടങ്ങി. നീ ഒന്ന് ശ്വാസം വിട്, ഞാനൊന്ന് പറയട്ടെ. യേശു, പറ. കെവിൻ, മമ്മ ഒറ്റ കാലിൽ നിൽപ്പാ. എനിക്കിപ്പോ കല്യാണം ഉണ്ടാക്കിയേ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് വേറെ കുട്ടിയെ കാണാൻ പോകാൻ പറയുന്നു. അടുത്ത മാസമാവുമ്പോഴേക്കും പെൺകുട്ടി ശരിയാകണമെന്നൊക്കെ മമ്മ പറയുന്നേ. നീ ഒറ്റ ഒരാൾ കാരണമാണ്. നീ അനത് മമ്മയോട് ഓരോന്നും പറഞ്ഞു പെണ്ണ് കാണാൻ വേണ്ടി കൊണ്ടുപോയേ. അതവിടെ നിൽക്കട്ടെ, എന്നിട്ട് കല്യാണം സമ്മതിക്കാൻ വരെ എത്തിയത് പറ. കെവിൻ, മമ്മ ഇത് വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞതും ഞാൻ കുറേ എതിർത്ത് നോക്കി. ഒന്നും നടക്കില്ലെന്ന് കണ്ടതും ഒന്നും നോക്കിയില്ല. എനിക്ക് കാണാൻ പോയ അയവേ മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത ചോദ്യം, എന്നിട്ട് എന്തിനാ ഇഷ്ടപ്പെട്ടില്ല എന്ന് ആ കുട്ടിയോട് പറഞ്ഞത് എന്ന്. യേശു, സ്വാഭാവികം. എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ കയ്യും കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ബട്ട് ഇപ്പോൾ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ കല്യാണം പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു. സബാഷ്. അതും പറഞ്ഞ് അവൻ്റെ തോളിൽ തട്ടിയതും യേശു അവനെ തുറിച്ചു നോക്കി. ഇതിനിന്ന് ഒരു തീരുമാനമായിട്ടേ ഇന്ന് ഇവിടെ നിന്നും നമ്മൾ പോകുകയുള്ളൂ. യേശു അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ തട്ടുകടയിലേക്ക് നോക്കി. ചേട്ടാ 2 ചായ. യേശു,
ഇന്ന് പോകുന്ന ലക്ഷണമില്ല. കെവിൻ ഏവ രാവിലെ മുതൽ ദേഷ്യത്തിലിരിപ്പാണ്. കാലിലെ മുറിവെല്ലാം ഒന്ന് ഉണങ്ങി, വേദനയെല്ലാം മാറിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഓഫീസിൽ ഒന്നും പോകാതെ മുറിയിൽ നിരാഹാരം എന്ന് പറഞ്ഞിരിപ്പാ. ആലിയ ആരും കാണാതെ പുറത്തു നിന്നും ഫുഡും ഓർഡർ ചെയ്തു. 2 പേരും കൂടെ മുറിയിൽ നല്ല ഫുഡലിലാണ്. മറ്റുള്ളവരെ മുമ്പിൽ വലിയ നിരാഹാരവും. ഈ മമ്മ അലിയുമെന്ന് തോന്നുന്നില്ലല്ലോ. അവിടെ എന്റെയും നിന്റെയും മിന്നുകെട്ടലാണ് സംസാരം. ആ കെവിൻ ചേട്ടനെ വിളിച്ചേ, എനിക്ക് 2 പറയാനുണ്ട്. എന്നാലേ എൻ്റെ ദേഷ്യം തീരൂ. അത് വേണോടി, ഒന്നില്ലെങ്കിലും എൻ്റെ ഭർത്തു ആവാനുള്ളതാ. അവൻ്റെ പെണ്ണ് കാണൽ പണി വെച്ച് നോക്കുമ്പോൾ കൊല്ലാതെ വിട്ടിട്ടുണ്ട് ഞാൻ. ആ ഫോൺ തന്നെ. ദേഷ്യത്തിൽ ആ ഫോൺ പിടിച്ചു വാങ്ങി അവൾ അവനെ വിളി. അവൻ ഫോൺ എടുത്തതും, ഹലോ, നിങ്ങൾ ഇങ്ങോട്ട് വാ, പറഞ്ഞു തരുന്നുണ്ട് ഞാൻ. പെണ്ണ് കാണലെന്നും പറഞ്ഞുകൊണ്ട് വന്ന അവസാനം നിന്റെ ആ തെണ്ടി കൂട്ടുകാരൻ എന്താ പറഞ്ഞത്? എൻ്റെ മുഖത്ത് നോക്കിയാ ആ തെണ്ടി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഇഷ്ടമായെന്ന് പറഞ്ഞിരിക്കുന്നു. എവിടെയാ തെണ്ടി? അവനൊന്ന് എനിക്ക് കാണണം. അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ നിന്നു. അവനോട് തന്നെയാടി നീ ഇപ്പോൾ സംസാരിക്കുന്നത്. ഫോണിലൂടെ ദേഷ്യത്തിൽ യേശുവിൻ്റെ ശബ്ദം വന്നതും അവളൊന്ന് ഞെട്ടി. എന്താടി, കെവിച്ചേട്ടനൊന്നും പറഞ്ഞില്ലേ? അവൾ അതൊന്നും എവ കേൾക്കുന്നില്ലായിരുന്നു. എന്താടി, നീ കേൾക്കുന്നില്ലേ? അതോ നാവിറങ്ങിപ്പോയോ? അവൻ വീണ്ടും ആവർത്തിച്ചതും, ഓഹോ, അത്രക്കായാലോ ഈ എന്നോടോ? ഏവ ആത്മ വലിയ കമ്പനി മുതലാളിയാണെന്ന് പറഞ്ഞ് എന്തുമാകാം എന്നാണോ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിന്നെ കെട്ടാൻ മുട്ടി നിൽക്കുവല്ല ഞാനിവിടെ. അതിന് ഞാൻ പറഞ്ഞോ നിന്നോട് എന്നെ കെട്ടാൻ? നിന്റെ വീട്ടുകാരോട് പറ നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ഓഹോ, അത് നിനക്ക് പറ്റില്ലേ? വാക്കിനെ സ്ഥിരത വേണമടാ, സ്ഥിരത. ആദ്യം വേണ്ട എന്ന് പറഞ്ഞു, പിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് വേണ്ടെന്ന് പറയാൻ പറയുന്നു. ഡി, മര്യാദക്ക് സംസാരിക്കണം. ഞാൻ നിന്റെ ബോസാണ്. 2 ദിവസം വന്നിട്ടുമില്ല, എന്നിട്ട് എന്നെ വിളിച്ച് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അയ്യടാ, ബോസൊക്കെ അങ്ങ് കമ്പനിയിൽ മാത്രം. ഇവിടെ ഇപ്പോ എന്നെ തേച്ചിട്ട് പോയവൻ ആണ് നീ. എന്ന് എന്താ നിന്നെയോ? അങ്ങനെ നിന്നെ തേച്ചിട്ട് പോകാൻ എന്ത് ക്വാളിറ്റിയാ നിനക്കുള്ളത്? അതിന് മിനിമം ക്വാളിറ്റി വേണം, അല്ലാതെ വളവള എന്ന് സംസാരിക്കാൻ അറിഞ്ഞാ പോരാ. അത് കേട്ടതും എവ ദേഷ്യത്തിൽ കിടക്കയിൽ നിന്നും എണീറ്റു. ഒരു കയ്യിൽ തലയിണയെ ഞെരുക്കുന്നുണ്ട്. ഓഹോ, എന്ത് ക്വാളിറ്റിയല്ലേ? ഇതെന്താ കല്യാണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാമുകി എന്ന് പറഞ്ഞാൽ വസ്ത്രമിടുന്ന പോലെ ക്വാളിറ്റി നോക്കും അല്ലേ നീ? അതിന് നിനക്ക് എന്ത് ക്വാളിറ്റിയാണോ ഉള്ളത്? വലിയ കമ്പനി മുതലാളിയാണെന്ന് പറയുന്ന ക്വാളിറ്റിയാണോ? ഡി, മര്യാദയ്ക്ക് സംസാരിച്ചോണം, ഇല്ലെങ്കിൽ ഈ ഏഷ്യാഷ് ആരെന്ന് നീ അറിയൂ. എന്താ ഡയലോഗ്? എന്നാ പേരാ ഏഷ്യാഷ് പോലും. എന്തൊരു പേരാടാ, കേട്ടാൽ ഛർദിക്കാൻ തോന്നും. ആണോ? എന്നാ ഒന്ന് കാണാമല്ലോ. ഈ ഡയലോഗെല്ലാം നീ നേരിട്ട് വന്ന് സംസാരിക്ക്, എനിക്കൊന്ന് കാണണം. എനിക്കാരെയും പേടിയില്ല മിസ്റ്റർ. പിന്നീട് അങ്ങോട്ട് പരസ്പരം ചീത്ത വിളിയായിരുന്നു. ഇത് കേട്ട് ആലിയ മിണ്ടാതെ നിൽക്കാനെല്ലാം പറയുന്നുണ്ട്. ആലിയെയും തള്ളി മാറ്റി അവൾ ദേഷ്യത്തിൽ കത്തിക്കേറുക. അവൾ ഉറക്കെയായിരുന്നു ദേഷ്യത്തിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബ്ദം കേട്ട് വീട്ടിലുള്ളവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അവൾ ദേഷ്യത്തിൽ സംസാരിക്കുക തന്നെയായിരുന്നു. ഇടയ്ക്കെപ്പോയോ പറയുന്നതിനിടയിൽ വീട്ടുകാരെ കണ്ട ഹെബയുടെ വായ സ്വിച്ചിട്ട പോലെ അടഞ്ഞു. അവരെല്ലാം ദേഷ്യത്തിൽ കയ്യും കെട്ടി അവളെ നോക്കി. ഇതെന്താ പെട്ടെന്ന് വെച്ചത്? അതും വിചാരിച്ച് ഫോണിലേക്ക് നോക്കി ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് കെവിൻ അങ്ങോട്ട് വരുന്നത്. നീ ഇതാരുടാ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ? സ്റ്റാഫുകൾ ശ്രദ്ധിക്കുന്നു. PA വന്ന് പറഞ്ഞിട്ടാ ഞാൻ വരുന്നേ. തുടരും.